ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമയിലെ നിഗൂഢതകൾ വെളിച്ചത്താകുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും നിയമ നടപടികൾക്കും ഒടുവിലാണ് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നത്. മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന സ്ത്രീവിരുദ്ധ നടപടികളാണ് റിപ്പോർട്ടിലൂടെ വെളിച്ചത്തായത്. ആകാശം നിഗൂഢതകൾ കൊണ്ട് നിറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത്. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്നത് ഇത്രയും വലിയ ദുരിതങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെളിച്ചം കാണേണ്ടി വന്നു. മലയാള സിനിമാ മേഖലയിൽ നടിമാർ നേരിടുന്ന ലൈംഗികാതിക്രമം ഉൾപ്പെടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഒരു പിടി നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളും പ്രൊഡക്ഷൻ കൺട്രോളർമാരും അടങ്ങുന്ന ഒരു ശക്തിബന്ധമാണ് സിനിമാ ചലച്ചിത്ര വ്യവസായത്തിനുള്ളത്. അധികാരബന്ധമുള്ള ആരെങ്കിലും ലൈംഗികാതിക്രമം നടത്തുമ്പോൾ സംഭവം നടന്ന പ്രത്യേക സിനിമയിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ള എല്ലാ സിനിമകളിൽ നിന്നും പുറത്താക്കപ്പെടുമെന്നതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ ഭയമാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന വാക്ക് വിട്ടുവീഴ്ചയാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിമർശിക്കുന്നു. ഭീഷണിക്ക് വഴങ്ങി കിടക്ക പങ്കിടേണ്ടി വരുന്നവരിൽ നടിമാർ മുതൽ വനിതാ ടെക്നീഷ്യന്മാർ വരെയുണ്ട്. ചില പെൺകുട്ടികളുടെ അമ്മമാർ വരെ ഇതിന് കൂട്ടുനിൽക്കാറുണ്ടെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തലുണ്ട്. ഓഡീഷൻ പരസ്യം കണ്ട് വിളിക്കുന്ന യുവതികൾക്ക് ക്ഷണം കിട്ടിയാൽ ആദ്യം ചോദിക്കുന്നത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ എന്നാണ്. പല നടിമാരും അവസരങ്ങൾ നേടിയത് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ടാണെന്നാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. സഹിക്കാൻ വയ്യാതെ സെറ്റ് വിട്ടപ്പോൾ നഗ്നദൃശ്യങ്ങൾ കാണിച്ച് സംവിധായകൻ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളുമുണ്ട്. നടിമാർക്ക് മാത്രമല്ല, വനിതാ ടെക്നീഷ്യന്മാർക്കും ദുരനുഭവങ്ങൾ ഏറെയാണ്. സീനിയർ മേക്കപ്പ് മാന്റെ കിടക്കപങ്കിടൽ ആവശ്യം നിരസിച്ചതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും പ്രത്യേക റൂം ആവശ്യപ്പെട്ടപ്പോൾ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചതായും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. ജോലിയും ജീവനും ഭയന്ന് പല സ്ത്രീകളും സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ സഹിക്കുന്നതായും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. കൂടാതെ സിനിമാ മേഖലയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വ്യാപകമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മിക്കവരും മദ്യപിച്ചിട്ടാണ് സെറ്റിലെത്തുന്നതെന്ന് സിനിമാ ശ്രേണിയിൽ ഏറെ ഉന്നതനായ ഒരു സാക്ഷി പറഞ്ഞതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആർത്തവ സമയത്ത് സ്ത്രീകൾ അടിസ്ഥാന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്നതും ശുചിമുറി പോലും ലഭിക്കാത്തതും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ സുരക്ഷിതമായ സൗകര്യം സെറ്റിൽ ഒരുക്കുന്നില്ല. ഒരു PVC പൈപ്പിൽ കീറത്തുണി കെട്ടിവെച്ച് മറയാക്കിയാണ് പലപ്പോഴും വസ്ത്രം മാറാൻ നൽകുന്നത്. കാറ്റടിച്ചാൽ പോലും പറന്നു പോകുന്ന താൽക്കാലിക സംവിധാനമാണിത്. ഇത് അവസാനിപ്പിക്കണമെന്നും സുരക്ഷിതമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. രാത്രിയിൽ നടിമാർ താമസിക്കുന്ന മുറികളുടെ വാതിൽ മുട്ടുന്നത് പതിവാണെന്നും തുറന്നില്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന തരത്തിൽ ബഹളമുണ്ടാക്കുമെന്നും നടിയും ഹേമ കമ്മിറ്റി അംഗവുമായ ശാരദ പറയുന്നു. 2019 ഡിസംബർ 31-നായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ 300 പേജുകളാണുള്ളത്. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം നിരന്തരം ഉയർന്നെങ്കിലും ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചത്.